പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതമെങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്ന വിശ്വാസം എന്ന വിഷയത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷ ദൈവത്തിൻ്റെ കൃപാവരമാണ്. എങ്കിലും ജീവനുള്ള വിശ്വാസത്തോടെ പ്രതികരിക്കാൻ അത് നമ്മെ വിളിക്കുന്നു. ഹൃദയത്തെ ചലിപ്പിക്കുന്നതും ഇഷ്ടത്തെ മാറ്റുന്നതും സൽപ്രവൃത്തികളുടെ ഫലം പുറപ്പെടുവിക്കുന്നതുമായ ഒരു വിശ്വാസം. ആദ്യം മുതൽ ദൈവം ആഗ്രഹിച്ചത് വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് സ്നേഹപൂർണമായ അനുസരണമാണ്. ചലിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും പ്രകാശിക്കുന്നതുമായ ഒരു വിശ്വാസം. പഴയ നിയമത്തിലെ അനുസരണത്തോടുകൂടിയ വിശ്വാസം. കർത്താവ് ഇസ്രായേലിനോട് സംസാരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു: നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുക, അവൻ്റെ സകല വഴികളിലും നടക്കുക, അവനെ സ്നേഹിക്കുക. നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ നിന്റെ ദൈവമായ യഹോവയെ സേവിക്കുക എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ആവശ്യപ്പെടുന്നത് എന്ത്? ആവർത്തന പുസ്തകം 10:12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യഥാർത്ഥ വിശ്വാസത്തിന് എപ്പോഴും കൈകളും കാലുകളും ഉണ്ടായിരുന്നു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ആ വിശ്വാസം അവനെ പ്രവർത്തിക്കുവാൻ നയിച്ചു. ഉൽപ്പത്തി 15:6 22:18 വാക്യങ്ങൾ. രാഹാബ് വിശ്വസിക്കുകയും ഒറ്റുകാരെ ഒളിപ്പിക്കുകയും ചെയ്തു. യോശുവ 2:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും എബ്രായർ 11:31 വാക്യവും. അവരുടെ വിശ്വാസം അനുസരണത്തിൽ പ്രവർത്തിച്ചു. അത് ജീവനുള്ള ദൈവത്തിലുള്ള യഥാർത്ഥ ആശ്രയത്തെ തെളിയിച്ചു. ക്രിസ്തുവിലുള്ള വിശ്വാസവും അനുസരിക്കാനുള്ള വിളിയും. ക്രിസ്തു വന്നപ്പോൾ അവൻ ന്യായപ്രമാണം നിറവേറ്റുകയും കൃപയിലൂടെയുള്ള രക്ഷയുടെ വഴി തുറക്കുകയും ചെയ്തു. ഇത് മാനുഷിക പുണ്യത്തിലൂടെ അല്ല, മറിച്ച് ദൈവകാരുണ്യത്തിലൂടെയാണ്. എന്നാൽ അവൻ്റെ കൃപ ഒരിക്കലും ആലസ്യത്തിനുള്ള അനുവാദം ആയിരുന്നില്ല. അത് നീതിയുള്ള ജീവിതത്തിനുള്ള ശക്തിയാണ്. യേശു പറഞ്ഞു: മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന്. മത്തായിയുടെ സുവിശേഷം 5:16. വിശുദ്ധനായ പൗലോസ് ഈ സത്യം ആവർത്തിച്ച് പറഞ്ഞു: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അവയിൽ നടക്കേണ്ടതിന് ദൈവം അവ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 2:10. അതുകൊണ്ട് രക്ഷിക്കുന്ന വിശ്വാസം ശുശ്രൂഷിക്കുന്ന വിശ്വാസമായിരിക്കണം, ജീവനുള്ളതും സജീവവും ഫലദായകവും. വിശ്വാസം, ഏറ്റുപറച്ചിൽ, സ്നാനം, പ്രവൃത്തികൾ ഒരു ഏകീകൃത പാത. വിശ്വസിക്കാൻ മാത്രമല്ല, ഏറ്റുപറയാനും സ്നാനമേൽക്കാനും അനുസരണത്തിൽ ജീവിക്കാനും സുവിശേഷം നമ്മളെ വിളിക്കുന്നു. യേശു കർത്താവെന്ന് നീ നിന്റെ വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർ 10:9. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മർക്കോസ് 16:16. വിശ്വാസം വാതിൽ തുറക്കുന്നു, ഏറ്റുപറച്ചിൽ വിശ്വസ്തത പ്രഖ്യാപിക്കുന്നു, സ്നാനം സമർപ്പണത്തെ മുദ്രവയ്ക്കുന്നു, സൽപ്രവൃത്തികൾ ക്രിസ്തു സത്യമായി നമ്മിൽ ജീവിക്കുന്നു എന്നതിന് സാക്ഷ്യം നൽകുന്നു. യാക്കോബ് ഇത് വ്യക്തമാക്കുന്നു: പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മരിച്ചതാകുന്നു. യാക്കോബ് 2:26. ഒരിക്കൽ കർത്താവ് തന്നെ ഫലം പുറപ്പെടുവിച്ച വിശ്വാസമുള്ളവരെയും ശൂന്യമായ വിശ്വാസമുള്ളവരെയും തമ്മിൽ വേർതിരിക്കും. മത്തായിയുടെ സുവിശേഷം 25:31 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. വിശ്വസ്തമായ പ്രവൃത്തികൾ വീണ്ടെടുക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഫലം. അപ്പോസ്തലനായ പൗലോസ് ഇത് മനോഹരമായി കോർത്തിണക്കുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ താല്പര്യമുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി തന്നെത്താൻ നൽകി. തീത്തോസ് 2:14. സൽപ്രവൃത്തികൾ രക്ഷയുടെ വിലയല്ല, മറിച്ച് അതിൻ്റെ തെളിവാണ്. അവ ആത്മാവിനാൽ നിറഞ്ഞ പുതുക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നു.
വിശ്വാസത്തിൻ്റെ വേരുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും നീതിയുടെയും പ്രവൃത്തികൾ. അതുകൊണ്ട് നാം കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അനുസരണമില്ലാത്ത വിശ്വാസം അപൂർണമാണ്. വിശ്വാസം ജീവനുള്ളതാകുമ്പോൾ ഏറ്റുപറച്ചിൽ ധീരമാകും, സ്നാനം യഥാർത്ഥമാകും, സൽപ്രവൃത്തികൾ വർദ്ധിക്കും. അപ്പോൾ രക്ഷ ശോഭയോടെ പ്രകാശിക്കുകയും അവന് സമർപ്പിക്കപ്പെട്ട ഓരോ ജീവിതത്തിലൂടെയും ദൈവം മഹത്വപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള വിലയേറിയ രക്ഷയുടെ ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മാർത്ഥമായ ഹൃദയത്തോടും അനുസരണമുള്ള കൈകളോടും കരുണയുള്ള പ്രവൃത്തികളോടും കൂടെ ഞങ്ങളുടെ വിശ്വാസം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഏറ്റുപറച്ചിൽ സത്യമുള്ളതും സ്നാനം ഫലദായകവും ദൈനംദിന പ്രവൃത്തികൾ ഞങ്ങളിലുള്ള അങ്ങയുടെ കൃപയുടെ പ്രതിഫലനവുമാകട്ടെ. നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകാതെ അങ്ങയുടെ മുഖാമുഖം കാണുന്ന നാൾ വരെ സന്തോഷത്തോടും ഉറച്ച സ്നേഹത്തോടും കൂടെ ശുശ്രൂഷിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ദൈവമായ കർത്താവെ, നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്തു രക്ഷിക്കുന്നവനും ആകയാൽ സൃഷ്ടിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹാ, നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും യോഗ്യമാകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.